വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ മുളകും സീസൺ 2ഉം 3യും തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസണുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. മാത്രമല്ല ഇനി അങ്ങോട്ട് സീസൺ 3യിൽ വരാൻ പോകുന്ന കഥാപാത്രങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. ആദ്യം തന്നെ സീസൺ 2ലും 3യിലും തമ്മിലുള്ള മേജർ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പുതിയ അടിപൊളി ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും പോസിറ്റീവ് കഥാപാത്രങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സീസൺ 2ൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാരക്ടേഴ്സ് കുറച്ച് നെഗറ്റീവായിട്ടായിരുന്നു, അതായത് ഒരു വില്ലൻ അങ്ങനത്തെ കഥാപാത്രങ്ങളായിരുന്നു കൊണ്ടുവന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ സീസൺ 3യിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുട്ടുമാമനും വൈഫും ലച്ചുവിൻ്റെ മോളെന്ന് പറഞ്ഞിട്ട് ഫുൾ പോസിറ്റീവായിട്ടുള്ള അടിപൊളി കഥാപാത്രങ്ങളെയാണ് ഉള്ളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അത് തന്നെ സീസൺ 3ൻ്റെ ഒരു വലിയ വിജയം തന്നെയാണ്. പിന്നെ സീസൺ 2ലും 3യും തമ്മിലുള്ള മേജർ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സീസൺ 2 തൊട്ട് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. സീസൺ 2ൽ വെറും പാറമട വീട് മാത്രമാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. വെറും 10 എപ്പിസോഡുകൾ മാത്രമാണ് പുറത്ത് പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതും പുറത്തുനിന്നുള്ള ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ സീസൺ 3 തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും ഇപ്പോൾ പടവലം എപ്പിസോഡ് വന്നു. പക്ഷേ സീസൺ 2ൽ പടവലം എപ്പിസോഡ് ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ഓൾമോസ്റ്റ് 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് പടവലം എപ്പിസോഡ് ഉപ്പുമുളകും സീസൺ 2ൽ വന്നത്. സീസൺ 2 വെറും കംഫോർട്ട് സോണിലിരുന്ന് മാത്രമായി അവർ എടുത്ത പോലെ ഉണ്ടായിരുന്നു. വെറും ആ ഒരു പാറമട വീട് മാത്രമായിട്ട് കേന്ദ്രീകരിച്ച് കൊണ്ടുപോയ പോലെയുള്ള ഫീൽ എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല സീസൺ 2ൽ ക്യാരക്ടേഴ്സിനെയൊക്കെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് പഴയ ക്യാരക്ടേഴ്സൊക്കെ പ്രേക്ഷക പ്രീതി നേടിയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ സീസൺ 3 വരുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. പടവലം എപ്പിസോഡ് വന്നു കഴിഞ്ഞു, കുട്ടൻപിള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡിൽ ആരൊക്കെയാണ് വരാൻ പോകുന്നത് വെച്ചാൽ ശങ്കരണ്ണനും സുരേന്ദ്രനും ഇപ്പോൾ എപ്പിസോഡുകളിൽ വരാൻ പോവുകയാണ്. അങ്ങനെ അടിമുടി വ്യത്യാസത്തോടു കൂടി തന്നെയാണ് സീസൺ 3 വന്നിരിക്കുന്നത്. പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന രീതിക്ക് തന്നെയാണ് എപ്പിസോഡുകൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് വരാൻ പോകുന്ന കഥാപാത്രങ്ങൾ, അതായത് അടുത്ത് ഇനിയിപ്പോൾ മുളയിലോട്ട് പുതിയൊരു കഥാപാത്രം പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ആവുന്നതല്ല, പഴയ കഥാപാത്രങ്ങൾ തന്നെ വരാൻ പോകുന്ന ആരൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടൻപിള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത് ശങ്കരനും സുരേന്ദ്രനും വരുന്നുണ്ട്. അതിന് ശേഷം വരുന്ന ഒരു ബിഗ് എൻട്രി എന്ന് പറയുന്നത് സിദ്ധു എന്നൊരു കഥാപാത്രത്തിൻ്റെ എൻട്രിയാണ്. ആ ഒരു കഥാപാത്രം ഉറപ്പായിട്ടും ഇനി കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ തിരിച്ചു വരുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നീട് സീസൺ 3ൽ എന്താണ് നമുക്ക് മോസ്റ്റ് എക്സൈറ്റിംഗ് ആയിട്ട് വരാൻ പോകുന്നത് വെച്ചാൽ ഒരുപാട് ഔട്ട്ഡോർ ഷൂട്ട്സ് ഒക്കെ ഉണ്ടാവും. സീസൺ 2ലൊക്കെ ഭയങ്കര കുറവായിരുന്നു. അത് സീസൺ 3ലേക്ക് വരുമ്പോൾ ഒരുപാട് ടൂർ എപ്പിസോഡ്സും നെയ്യാറ്റിൻകര എപ്പിസോഡ്സും അങ്ങനെ ഒരുപാട് ഔട്ട്ഡോർ ഷൂട്ട്സ് ഉള്ള എപ്പിസോഡുകൾ വരാൻ സാധ്യതയുള്ള ഒരു സീസണും കൂടിയാണ് സീസൺ 3. ഓവറോൾ കഴിഞ്ഞ 2 സീസണെ സംബന്ധിച്ചിടത്തോളം പ്രോജക്റ്റ് വൈസ് കുറച്ച് വലിയ സീസൺ തന്നെയാണ് സീസൺ 3. അതായത് സീസൺ 2ലുള്ള എല്ലാ പരിഭവങ്ങളും പ്രേക്ഷകർക്കുണ്ടായ എല്ലാ പരിഭവങ്ങളും മാറ്റിക്കൊണ്ടാണ് സീസൺ 3, അതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് സീസൺ 3 ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള റെസ്പോൺസും ഓഡിയൻസിൻ്റെ ഭാഗത്തിൽ നിന്ന് തന്നെ ഉണ്ട്. നമുക്കറിയാം ഓരോ എപ്പിസോഡും ഒരു ദിവസത്തിനകം തന്നെ 1 മില്യൺ അടിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉപ്പുമുളകിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു നല്ലൊരു റെസ്പോൺസ് തന്നെയാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഉപ്പുമുളകിന് ലഭിച്ചിരിക്കുന്നത്. ഉപ്പുമുളക് ഇനിയും ഇതേപോലെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളിയാവും. നമ്മളെ എക്സ്പെക്ട് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാലും അടിപൊളിയായിട്ടുണ്ടാകുമെന്നാണ് നമ്മളുടെ പേഴ്സണൽ അഭിപ്രായം. നിങ്ങൾക്ക് ഉപ്പുമുളകും സീസൺ 1, 2, 3 ഇതിൽ ഏത് സീസണാണ് നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.